എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടേസ്റ്റ് ഓഫ് ലവിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിരപ്പുഴുക്കാണ്. എങ്ങനെയാണ് തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ആദ്യം കപ്പയാണ്, ചെറിയ 3 കഷ്ണം കപ്പയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ കുറച്ചുണ്ടാക്കിയാൽ മതി, അതുകൊണ്ടാണ് ചെറിയ 3 കഷ്ണം എടുത്ത് വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഏത്തക്കായ, ഒരു ചേമ്പിൻ കഷ്ണം, ചേന, അതുപോലെ തന്നെ കൂർക്ക, വൻപയർ ഇത്രയാണ്. പിന്നെ കാച്ചിലുള്ളവർക്ക് കാച്ചിലും ഇടാം. ആവശ്യാനുസരണം സാധനങ്ങൾ എടുക്കുക. ഞാൻ ഇത്രയും വീതമാണ് എല്ലാം എടുത്തിരിക്കുന്നത്, കാരണം ഇവിടെ കുറച്ച് മതി, അതുകൊണ്ടാണ്. അപ്പം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് നുറുക്കിയെടുക്കാം. അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ ഇതിനടിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി കഷ്ണം ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം വേവാനായിട്ട് പ്രയാസമുള്ളത് ചേനയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേന ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചേന, കപ്പ, ഇത് തവി വെച്ചെടുത്തിടാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ കൈ ഉപയോഗിച്ചെടുത്തിടുന്നത്. അപ്പം ചേന ഇട്ടു, കപ്പ ഇട്ടു, പിന്നെ കൂർക്ക, കായ മുകളിൽ കിടക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ കുഴയുന്ന സാധനങ്ങൾ മുകളിലേക്ക് ഇടുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ആദ്യം ചേന, പിന്നെ 2ാമത് കപ്പ ഇട്ടു, 3ാമത് കൂർക്ക ഇടുകയാണ്. അതിനുശേഷം കായയും ചേമ്പും ഇതെല്ലാം ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വൻപയർ ഞാൻ ഇടുന്നില്ല, കാരണം വൻപയർ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറാണ്. അത് ലാസ്റ്റ് കൂട്ടി ഇളക്കാൻ നേരത്ത് മാത്രമേ ഞാൻ വൻപയർ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പം ഞാനിനി ഇതിലേക്ക് ഇതിനാവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, അടിയിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ടേ ഉള്ളൂ അല്ലേ. പിന്നെ മുളക് പൊടി ഇട്ടു, ആവശ്യത്തിന് മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, കാരണം ഞാൻ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇടുമ്പോൾ ഇടാൻ. അപ്പം ഞാൻ മുളക് പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വേഗണ്ടേ, അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കഷ്ണങ്ങളെല്ലാം വേകണം. അപ്പം ഞാൻ ഈ ഒരു പാത്രം നിറച്ച് വെള്ളമാണ് ഇപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കഴിവതും കുറച്ച് ചേർക്കുക. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഉപ്പ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കല്ലുപ്പ് കലക്കി ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം ഉപ്പ് കഴിവതും കുറച്ചിടുക. ഇതിനും വേകാനായിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഞാൻ വെക്കുന്നില്ല. ഇപ്പം ആദ്യം ഒന്ന് നന്നായിട്ട് തിളയൊക്കെ വന്നതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ അടപ്പ് ഞാൻ വെക്കുന്നുള്ളൂ. അപ്പം കുറച്ച് നേരത്തേക്ക് ചുമ്മാതെ ഞാൻ ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചിരുന്ന് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പം ഞാൻ ചുമ്മാതെ കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. വേക്കണ്ടോ, ഇത്രയും വെള്ളം നമ്മൾ കഷ്ണങ്ങളൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം വെക്കുക. അതൊന്നും നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അടപ്പ് മുറുക്കി അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കപ്പയും ഇതെല്ലാം ഇട്ട് കൊടുത്തത് വേവിക്കാൻ വെച്ച് കൊടുത്തത് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറിന് അടപ്പ് വെക്കാൻ പോകുന്നു. ഇനി അടപ്പ് വെച്ച് വിസിലോട് 2-3 വിസിൽ നന്നായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് വേവിച്ച് നമുക്ക് എടുക്കാം. വേഗം വെച്ചതെല്ലാം വെന്തിട്ടുണ്ട്. 3 വിസിലായപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കപ്പയുടെയൊക്കെ വേവ് നമുക്കറിയില്ലല്ലോ. ഞാനത് പുറത്തുനിന്ന് മേടിച്ചതാണ്. അതുപോലെ ചേനയാണെങ്കിലും ഇച്ചിരി വേഗം ബുദ്ധിമുട്ടുള്ള ചേനയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ വെക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. എന്തായാലും ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം നമുക്ക്. എന്നിട്ട് നമുക്ക് വൻപയറും ചേർത്ത് തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയട്ടെ. ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടി. അപ്പം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം.
ഇളക്കാം. ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇടും. അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ഈ ഉപ്പ് കല്ല് വെള്ളത്തിനകത്ത് ഇട്ട് നമ്മൾ നന്നായിട്ട് അലിയിപ്പിച്ചിട്ട് അത് തളിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ ഉപ്പ് പൊടി ഇടേണ്ടവർ വിഷു കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. വെള്ളം ഊറ്റാൻ നേരത്ത് ഞാനത് തീ ഓഫാക്കി എന്നതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ തേങ്ങയുടെ അരപ്പ്, ഇപ്പോഴും തീ ഓഫാണ്, ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ കുറച്ച് അരപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ബാക്കി അരപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലായിടത്തേക്കും അതൊന്ന് പിടിക്കും. എല്ലായിടത്തും തേങ്ങയുടെ അരപ്പ് ചെല്ലും. അല്ലെങ്കിൽ മുകളിൽ മാത്രം നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ മുകളിൽ മാത്രം കിടക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കി അരപ്പും കൂടി ഇട്ട് ചേർത്ത് ഇളക്കുക. അപ്പം ഞാൻ നന്നായിട്ട് എല്ലാം ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എനിക്ക് ഈ ഒരു പരുവത്തിന് കിട്ടി. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകണം അല്ലേ, നമുക്ക് ആ തേങ്ങയുടെ പച്ചമുളകിൻ്റെയും ഒക്കെ ഒന്ന് പിടിക്കേണ്ട ഇതിലേക്ക്. അപ്പോൾ ഇതിനകത്തുള്ള ബാക്കി വെള്ളം കൂടെ അപ്പം വറ്റിക്കോളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, നന്നായിട്ട് വെള്ളം ഊറ്റിക്കളയുക. അതിന് ശേഷമാണ് ഞാൻ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തത്. അപ്പം തീ ഓഫാക്കി വെച്ചിട്ടാണ് അരപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. അതുപോലെ നമ്മൾ ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതാക്കാൻ, അല്ലെ അടി പിടിക്കുവേ. അപ്പം അതുകൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകും. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കുക. അപ്പം വെളിച്ചെണ്ണ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒത്തിരി വാരിപ്പൊടി ഒഴിക്കണ്ട, ആവശ്യത്തിന് മാത്രം. എന്നിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇട്ട് ഇളക്കണ്ട കേട്ടോ. നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതല്ലേ നല്ലത് കുഴിക്കിന്. അപ്പം അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഇളക്കി ഫുൾ അങ്ങ് ഉടഞ്ഞു പോകരുത്. ആവശ്യത്തിന് മാത്രം ഇളക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഈ ഓഫാക്കുവാണ്, ഓഫാക്കി. അപ്പോൾ ഇതുപോലൊക്കെ ഒന്നുണ്ടാക്കി നോക്കുക. ഇനിയിപ്പം ധനുമാസത്തെ തിരുവാതിര വരുവാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്ന് പുഴുക്കുണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയും കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.